തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രനും ആരോപിച്ചു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത് 5ാം തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗാർഹിക ഉപഭോക്താക്കളോടൊപ്പം കാർഷിക ഉപഭോക്താക്കളും വൈദ്യുതി നിരക്ക് വർധനവിന്റെ തിക്തഫലം അനുഭവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി ബോർഡിന്റെയും സർക്കാരിന്റെയും കെടുകാര്യസ്ഥത മൂലമാണ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വന്നത്. വൈദ്യുതി ബോർഡ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിനു പകരം ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള സ്ഥാപനമായി മാറിയെന്നും കെ. സുരേന്ദ്രൻ ആരോപിച്ചു. ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതും അത് റദ്ദാക്കുന്നതും വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണെന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇക്കാര്യം ബി.ജെ.പി. നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും കെ. സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.